ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സിൽ നമുക്ക് ഫിൽ ചെയ്യാൻ കഴിയുന്ന ഇങ്കാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ കാറ്റേജിൽ നമുക്ക് അതിനെ ഫിൽ ചെയ്തെടുക്കാം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ഒരു പാക്കേജിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ 4 കളറായിട്ടാണ് വരിക. ആദ്യത്തെ കളർ നമുക്ക് യെല്ലോ കാണാൻ കഴിയും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ മജന്റ കളറാണ്. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് കാണാൻ കഴിയുന്നത് ബ്ലാക്ക് കളർ. അടുത്തായിട്ട് നമുക്ക് ഇതിനെ വെച്ച് കിട്ടുന്നത് ഒരു സിയാൻ കളറാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഇങ്ക്ജെറ്റ് പ്രിന്റേഴ്സിന്റെ കാറ്റേജിൽ എങ്ങനെ വരയ്ക്കാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ കാറ്റേജിൽ എയർ കുടുങ്ങിയിട്ടുണ്ട്, അത് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കതിന് കളറിനും അതുപോലെ തന്നെ ബ്ലാക്കിനും സെപ്പറേറ്റ് ആയിട്ടുള്ള അതിൻ്റെ റബ്ബർ വാഷറൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. പിന്നെ അതിൻ്റെ കുറിച്ച് നമുക്ക് 4 സിറിഞ്ചസ് കിട്ടും. ഓരോ കളറിനായിട്ട് ഓരോ സിറിഞ്ചസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് ഒരു കളർ ഫിൽ ചെയ്യാൻ ഉപയോഗിച്ച സിറിഞ്ച് മറ്റൊരു കളർ ഫിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അത് പ്രിൻറ്റിംഗ് ക്വാളിറ്റിയെ ബാധിക്കും, പ്രിൻ്റ് കളറിൽ വ്യത്യാസം വരും. അപ്പോൾ 4 സിറിഞ്ചസ് ഒക്കെയാണ് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനൊന്നിച്ച് കിട്ടുന്നത് വെച്ചാൽ നമുക്കത് ടിഷ്യൂ പേപ്പേഴ്സും അതുപോലെ തന്നെ ഗ്ലൗസൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കാറ്റേജിൽ നിറയ്ക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ക്യാനൻ്റെ 745S എന്ന് പറയുന്ന കാറ്റേജ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഉണ്ട്, അത് നമ്മളൊന്ന് പീൽ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ സ്റ്റിക്കർ ഒന്ന് പീൽ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലൊരു ഹോൾ ഉണ്ടാക്കണം. ആ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ കളർ ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പീൽ ചെയ്യാം. അപ്പോൾ നമ്മൾ തുന്നലിന് ഉപയോഗിക്കുന്ന സൂചി നമ്മളൊന്ന് ഹോട്ട് ചെയ്യുക, മെഴുതിരിയിൽ വെച്ചിട്ടോ. അതിനുശേഷം ആ ഹോളൊന്ന് വലുതാക്കിയിട്ട് കുറച്ച് ആഴത്തിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനുശേഷം അതിൽ കളർ ഇഞ്ചെക്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ കളർ ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സിറിഞ്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബ്ലാക്ക് സിറിഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നീഡിൽ നമ്മൾ ഫിക്സ് ചെയ്യണം. നീഡിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൽ എയർ നമ്മൾ ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിൽ ഫിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കളർ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടയിൽ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ നീഡിലൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നീഡിൽ ചൂടാക്കിയിട്ട് അത് അവിടെ ഹോൾ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ അത് ഹോൾ ചെയ്തു. ഹോൾ ചെയ്തതിൻ്റെ ഭാഗത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് സിറിഞ്ച് ഇൻസെർട്ട് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമ്മൾ ഹോൾ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ഇൻസെർട്ട് ചെയ്യുക. ഒന്ന് ചെറിയൊരു കട്ടിങ് ഉണ്ടാവും, അത് നോക്കിയിട്ടാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത്. അടുത്തത് നമുക്ക് കളറിലേക്ക് എങ്ങനെ ഇൻജെക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് 3 ഭാഗം ഉണ്ടാവും കളർ നിറയ്ക്കേണ്ടത്. അതായത് മജന്റ, സിയാൻ, യെല്ലോ എന്ന 3 ഭാഗമാണ്. അവിടെ നമ്മൾ ഹോൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് കാൻഡിൽ ഉപയോഗിച്ച് ഹോൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ കാൻഡിലിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചെറിയ സൂചി, നമ്മൾ തുന്നലൊക്കെ ഉപയോഗിക്കുന്ന സൂചി ഉപയോഗിച്ചുകൊണ്ട് ഹോട്ട് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് 3 റൗണ്ട് കാണാൻ കഴിയും. അവിടെ വെച്ച് നമ്മൾ ഹോട്ട് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കത് ഹോളായിട്ട് വരുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ ഹോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പ്രസ് ചെയ്യാൻ പാടില്ല, ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് ഹോളാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു സിറിഞ്ചിൻ്റെ നീഡിൽ കടക്കാൻ വിധത്തിൽ നമ്മളവിടെ ഹോളാക്കി വെക്കണം. അപ്പോൾ കുറച്ച് ആഴത്തിൽ നമ്മളത് പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൽ മഷി ഇഞ്ചെക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ മഷി ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് മുകളിലത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് മജന്റ കളറാണ്. അപ്പോൾ അവിടെ ഞാൻ മജന്റ കളർ ഫിൽ ചെയ്യുകയാണ്. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്നത് മജന്റ കളറാണ്. മുകളിലത്തെ ഒരു സിംഗിൾ റൗണ്ടിൽ ഫസ്റ്റ് കാണാൻ കഴിയുന്നത് മജന്റ കളറാണ്. അപ്പോൾ ഞാനത് അതിൽ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ അതെന്ന് വെച്ചാൽ ഓവർഫ്ലോ ആയി. അപ്പോൾ അതിൽ എയർ കുടുങ്ങിയത് കൊണ്ടാണ്, സിറിഞ്ചിൽ എയർ കുടുങ്ങിയത് കൊണ്ടാണ് അത് ഓവർഫ്ലോ ആയത്. ഇപ്പോൾ സിറിഞ്ചിൽ എയറൊക്കെ കളഞ്ഞിട്ട് അതിനുശേഷം ഞാൻ സിയാൻ കളർ ഇൻസേർട്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ബ്ലൂ ടൈപ്പ് കളർ. അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വരിക. അത് അവിടെ ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കാറ്റേജ് നേരെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിയാൻ കളർ വരിക. അപ്പോൾ ഞാനിവിടെ അത് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്, പൂർണ്ണമായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്തത്. അപ്പോൾ അതിന് 2.5 ml ആണ് നമുക്കതിൽ എടുക്കേണ്ടത്, ഓരോ സിറിഞ്ചിലും വേണ്ടത്. അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരുന്നത് യെല്ലോ കളറാണ്. ഏറ്റവും താഴെ ഭാഗത്തായിട്ട് റൈറ്റ് സൈഡിൽ വരുന്നത് യെല്ലോ കളറാണ്. 2.5 ml ആണ് ഓരോ സിറിഞ്ചിലും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ മഷിയുടെ അളവ് 2.5 ആണ് ഓരോ ഇതിലായിട്ട് എടുക്കേണ്ടത് നമ്മൾ. അപ്പോൾ ഞാനിവിടെ പൂർണ്ണമായിട്ട് അത് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ കാറ്റേജിൻ്റെ നമ്പർ 746S.
അപ്പോൾ ഈ രീതിയിലാണ് അത് ഫിൽ ചെയ്യേണ്ടത്. അത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിക്കർ തിരികെ ഒട്ടിച്ച് വെക്കേണ്ടതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കളർ എങ്ങനെയൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലത്തെ ഭാഗം മജന്ത കളറും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ സിയാൻ കളറും റൈറ്റ് സൈഡിൽ യെല്ലോ കളറും ആയിട്ടാണ് നമ്മൾ കാറ്റസിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഫിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് സക്സസ്ഫുൾ ആയിട്ട് ഫിൽ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ എയർ കൂടിയിട്ടുണ്ടെങ്കിൽ ആ എയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ടൂള് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂള്. അതിലൊരു സിറിഞ്ചും അതിൻ്റെ ഒരു റബ്ബർ പോർഷൻ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് വലുത് നമുക്ക് ബ്ലാക്കിനും ചെറുത് നമ്മൾ കളറിനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഔട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കാർട്രിഡ്ജിന്റെ എയർ ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ലോക്ക് ചെയ്യേണ്ട ഭാഗമാണ്, കാർട്രിഡ്ജ് ലോക്ക് ചെയ്യേണ്ട ഭാഗമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ സിറിഞ്ച് ഇതുപോലെ കുത്തിയിട്ട് അത് വലിച്ചു കഴിഞ്ഞാൽ അതിൽ എയർ ഔട്ട് ആകുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് കളർ കാർട്രിഡ്ജിലെ എയർ എങ്ങനെ ഔട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് ചെറിയൊരു സ്പോഞ്ച് റബ്ബറാണ് നമുക്ക് ആവശ്യം, ചെറിയ റബ്ബർ പോർഷനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അത് നമുക്ക് ഇതുപോലുള്ള ഈ ടൂളിൻ്റെ അകത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കാർട്രിഡ്ജ് അതിൽ വെച്ച് ലോക്ക് ചെയ്തതിനു ശേഷം ആ ഹോൾസിൽ നമ്മൾ ഈ സിറിഞ്ച് ഉപയോഗിച്ച് പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള മഷി അടക്കാതെ കിട്ടും. കുറച്ച് മഷി എയർ ഔട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം അതിന്റെ ആ ഭാഗത്തുള്ള ഓഫ് ആയ മഷിയൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കളർ മിക്സ് ആയിട്ട് എയർ ഔട്ട് ചെയ്ത മഷി നമ്മൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല, അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഞാൻ ഇവിടെ ബ്ലാക്ക് കാർട്രിഡ്ജ് നമ്മൾ തിരികെ വെക്കുകയാണ്. നമുക്കിവിടെ മാർക്കിംഗ് കാണുമെങ്കിൽ അതിനനുസരിച്ച് കാർട്രിഡ്ജ് ഫിറ്റ് ചെയ്യേണ്ടതാണ്. ബ്ലാക്ക് കാർട്രിഡ്ജ് ഞാൻ ഇവിടെ ഇൻസെർട്ട് ചെയ്തു. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇത് കളർ കാർട്രിഡ്ജ് ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമ്മളത് മഷീന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗത്തുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം അത് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കളർ കാർട്രിഡ്ജ് സക്സസ്ഫുള്ളായി ഇൻസെർട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ ട്രേ ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ ഇതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തൊക്കെയാണ്, കളർ ഫോട്ടോസ്റ്റാറ്റ് ഒന്ന് എടുത്തു നോക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് പ്രിന്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ അത് പ്രിന്റ് ആവുന്നുണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അതിന്റെ ഇങ്ക് റീഫിൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഇൻസ്ട്രക്ഷൻ നൽകുന്ന ഒരു പോർഷനാണ് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തത്. അപ്പോൾ ഈ ഇങ്ക് വാങ്ങുമ്പോൾ തന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ കാർട്രിഡ്ജ് റീഫിൽ ചെയ്യാൻ എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിന്റെ ഒന്നിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിന്റെ ഒറിജിനൽ പേപ്പർ. അപ്പോൾ ഇതാണ് ഞാൻ ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തത്. അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് കളർ കാർട്രിഡ്ജ് നിറയ്ക്കാനായിട്ട് നമുക്ക് സിറിഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച സിറിഞ്ചസ് നമ്മൾ മറ്റു കളർ യൂസ് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ സിയാൻ ഉപയോഗിച്ചാൽ സിയാൻ മാത്രമേ ആ സിറിഞ്ച് നമ്മൾ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ കളർ മിക്സിംഗ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റിംഗ് ക്വാളിറ്റി കുറയും. അപ്പോൾ നല്ല രീതിയിൽ പ്രിന്റ് വരില്ല. ഓരോ സിറിഞ്ചിനുള്ള നമ്മൾ ഉപയോഗിച്ച കളർ മാത്രമേ വീണ്ടും അതിൽ റീഫിൽ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് മാർക്കിംഗ് ഒക്കെ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ആ സിറിഞ്ചിൽ. അപ്പോൾ നമുക്കത് വീണ്ടും ഉപയോഗിക്കാം കഴിയും. അതുപോലെ കാർട്രിഡ്ജ് 2-3 പ്രാവശ്യമൊക്കെ നമുക്കത് കാർട്രിഡ്ജ് റീഫിൽ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. അതിനുശേഷം നമുക്ക് പറ്റുന്നത് വെച്ചാൽ അപ്പോൾ കാർട്രിഡ്ജിലെ സ്പോഞ്ച് കേടാവുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് പ്രിന്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലാക്ക് കാർട്രിഡ്ജ് ഞാൻ മഷി ഇൻസെർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഫോട്ടോ കോപ്പി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് പ്രിന്റ് ഫോട്ടോ കോപ്പി എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ബ്ലാക്ക് കാർട്രിഡ്ജും നമ്മൾ മഷി ഇൻസെർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളിത് ഫോട്ടോ കോപ്പിയാണ് എടുത്തത്. അടുത്തതായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ സിസ്റ്റത്തിൽ നമുക്ക് പ്രിന്റർ ടെസ്റ്റ് ചെയ്യുന്ന പോർഷൻ ബ്രൗസർ വഴി ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് കളറിന്റെ അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പ്രിന്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. പ്രിന്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പ്രിന്റ് വരുന്നത് കാണാം. അപ്പോൾ ഇതിലൂടെ നമുക്ക് പ്രിന്ററിന്റെ ഇങ്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ പ്രിന്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പ്രിന്റിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അതിന്റെ പേപ്പർ വരുന്നുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് പ്രിന്റ് ആയിട്ട് വന്നു. അപ്പോൾ നമുക്കതിന്റെ മഷിയുടെ ക്വാളിറ്റി എത്രയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ പ്രിന്റ് ആയി വന്നിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അതിന്റെ ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് കളർ കാർട്രിഡ്ജിന്റെ ടെസ്റ്റാണ്. അപ്പോൾ കളർ കാർട്രിഡ്ജ് നമുക്കൊന്ന് പ്രിന്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ കയറിയിട്ട് എടുത്തിട്ടുണ്ട്. ആ പ്രിന്റിംഗ് ടെസ്റ്റ് പേജ് നമുക്ക് വെബ്സൈറ്റിൽ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് പ്രിന്റ് ചെയ്തിട്ട് ക്വാളിറ്റി എത്രത്തോളം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തതിന്റെ പിറകിലായിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതിന്റെ ക്വാളിറ്റി എത്രത്തോളം. കളർ കാർട്രിഡ്ജിന്റെ
ഇങ്കിൻ്റെ ക്വാളിറ്റി എത്രയുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രിൻറ്റിങ് തന്നെയാണ് ഇതിലൂടെ കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. ഏകദേശം എനിക്കൊരു 500 രൂപയ്ക്ക് താഴെയാണ് ഈ ഇങ്കിന് വിലയായത്. അപ്പോൾ നല്ല ക്വാളിറ്റി തന്നെ ഇത് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് 2 കാർട്രിഡ്ജസും ഫിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കാർട്രിഡ്ജസ് 2-3 പ്രാവശ്യം നമുക്കത് യൂസ് ചെയ്യാൻ കഴിയുന്നത്. അതിൻ്റെ സ്പോഞ്ചിൻ്റെ ക്വാളിറ്റി കഴിയുന്നത് വരെ നമുക്കത് വീണ്ടും റീഫിൽ ചെയ്ത് ഇതുപോലുള്ള കാർട്രിഡ്ജസ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്കിത് പ്രിൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇങ്ക് തന്നെയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വിശേഷമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.